ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 7 ഡിഫറെൻറ്റ് സാരി എടുത്ത ബ്രൈഡ്സിനെയാണ് കാണിക്കണത്. എല്ലാ ബ്രൈഡ്സിൻ്റെയും എൻഗേജ്മെന്റ് ലുക്കാണ് കേട്ടോ. ഇത് ആദ്യത്തെ ബ്രൈഡ് എഫിയക്ക് സാരിയുടെ കളറിനെ പറ്റി ഭയങ്കര കൺസേൺ ആയിരുന്നു. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു, പക്ഷെ അത് മുഖത്തിന് ചേരുവോ ഡള്ളാവോ എന്ന് ഭയങ്കര കൺസേൺ. അപ്പൊ സാരി ഡള്ളാവാണ്ടിരിക്കാൻ ദുപ്പട്ടയൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തു. ബട്ട് ഫൈനൽ ലുക്ക് കിഡുമായിരുന്നു. ഒരു ദേവസേന ലുക്കായിരുന്നു. ഇത് ശ്രീദേവിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ട, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ ഇപ്പൊ കാണുന്നുണ്ട് ഇങ്ങനെ എടുത്ത് ചെയ്യുന്ന, അത് വേണ്ട. ശ്രീദേവിയുടെ ഒരു ട്രഡീഷണൽ ലുക്കായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. താമരയൊക്കെ വെച്ച് മുടി ബ്രെയ്ഡ് ഒക്കെ ചെയ്തിട്ട്. ശ്രീദേവിക്കും നമ്മൾ പ്ലീറ്റഡ് സാരിയാണ് കൊടുത്തത്. കാരണം ഔട്ട്ഡോർ ആണ് ഫംഗ്ഷൻ വരുന്നത്, ചൂട്. സാരി അധികം ഉടുത്തു പരിചയം ഇല്ലാത്തവർക്കും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക പ്ലീറ്റഡ് സാരിയാണ്. 1 ലെയർ ഇട്ടാലും അത് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് ആകെ മെസ്സി ആവും. സാരി എടുക്കണ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നോട്ട്. സാരി ഡ്രേപ്പിംഗ് അടിപൊളി ആവണമെങ്കിൽ അത് ഡ്രേപ്പിസ്റ്റിന്റെ കഴിവ് മാത്രമല്ല, ബ്രൈഡിന്റെ ബോഡി ഷേപ്പും സാരിയുടെ മെറ്റീരിയലും അതിന് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സാരിയുടെ മെറ്റീരിയൽ നല്ലതല്ലെങ്കിൽ എത്ര അടിപൊളി ഡ്രേപ്പിസ്റ്റ് ആണെങ്കിലും ആ ഡ്രേപ്പിംഗിന് പെർഫെക്ഷൻ കിട്ടും. നിങ്ങൾ സാരി മേടിക്കാൻ പോകുമ്പോൾ ഒതുക്കമുള്ള സാരി നോക്കി മേടിക്കുക. എന്നാലാണ് ഇതുപോലെ ഒതുക്കമുള്ള ഡ്രേപ്പിംഗും ഹിപ്പ് പ്ലീറ്റ്സും ഫ്രണ്ട് പ്ലീറ്റ്സും കിട്ടുക. സാരിയുടെ ഡ്രേപ്പിംഗിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് ബ്രൈഡിന്റെ ബോഡി ഷേപ്പ്. നിങ്ങൾ ബ്ലൗസ് തയ്പ്പിക്കുമ്പോൾ എപ്പോഴും പാഡഡ് ബ്ലൗസ് തയ്പ്പിക്കാൻ നോക്കുക. അതുപോലെ തന്നെ തീരെ പെറ്റീറ്റ് ആയിട്ടുള്ള ബോഡി ഷേപ്പ് ഉള്ളവർക്ക് കുറെ ഷേപ്പ് എൻഹാൻസേഴ്സ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പാഡഡ് അണ്ടർവെയറും ഹിപ്പ് എൻഹാൻസേഴ്സും ഒക്കെ നല്ലതാണ് സാരിയുടെ ഡ്രേപ്പിംഗ് അടിപൊളിയാക്കാൻ. ഇത് മരിയയ്ക്ക് നമ്മളൊരു ബണ്ണാണ് കേട്ടോ ചെയ്തത്. ചുറ്റും മുല്ലപ്പൂ ഒക്കെ വെച്ച് ഒരു ട്രഡീഷണൽ ലുക്ക് തന്നെ. ഇന്നത്തെ എല്ലാ 7 ബ്രൈഡ്സിനും നമ്മൾ പ്ലീറ്റഡ് ലുക്കാണ് കേട്ടോ ചെയ്തത്. ഇത് ആഷ്ലിക്കും നമ്മൾ ബണ്ണാണ് ചെയ്തേക്കണത്. ആഷ്ലിയുടെ മുടി ഭയങ്കര സ്ട്രെയിറ്റ് ആൻഡ് സിൽക്കി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു ലൂപ്പ് ഉണ്ടാക്കി ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മുടി ഇങ്ങനെ വലിച്ചിട്ടുള്ള ഡിസൈനാണ് ഞാൻ ചെയ്തത് ആഷ്ലിക്കും നമ്മൾ മുല്ലപ്പൂ വെച്ചു കേട്ടോ. ഫുള്ളല്ല, ഒരു സെമി സർക്കിൾ. ഇതാണ് ആഷ്ലിയുടെ ഫൈനൽ ലുക്ക്. ആഷ്ലി ഇച്ചിരി ഷൈ ഒക്കെ ആയിരുന്നു കേട്ടോ. ആഷ്ലിയുടെ ബെഡ്റൂമിൽ തന്നെയായിരുന്നു നമ്മളിത് ഷൂട്ട് ചെയ്തത്. ബെഡ്റൂമിൽ ഒരു ചെറിയ ഗാർഡൻ പോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഷോർട്സ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ബ്രൈഡിനെ നിങ്ങൾക്ക് ഓൾറെഡി പരിചയം ഉണ്ടാവും. ഇത് ഉടുക്കാൻ വെച്ച എൻഗേജ്മെന്റ് സാരി കീറിപ്പോയ ബ്രൈഡ്. ഇനി അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ സ്റ്റോറി പറയാം. ഇപ്പം നേഹയുടെ അമ്മയുടെ മന്ത്രകോടി സാരി ആയിരുന്നു എൻഗേജ്മെന്റിന് ഉടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങാനും മന്ത്രകോടി സാരി കീറിപ്പോയാലോ എന്ന് വിചാരിച്ച് ഒരു സ്പെയർ സാരിയും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മന്ത്രകോടി സാരി ഞാൻ നിവർത്തി നോക്കിയപ്പോൾ ബോർഡറിൽ പിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഉടുപ്പിക്കാൻ പറ്റിയില്ല. ഇത് നമ്മൾ സ്പെയർ സാരിയാണ് ഉടുപ്പിച്ചത്. നേഹയ്ക്കും നമ്മൾ ശ്രീദേവിക്ക് ചെയ്ത മാതിരി ബ്രെയ്ഡാണ് ചെയ്തത്. ആക്ച്വലി പ്ലാൻ ചെയ്തത് വേറൊരു ഹെയർ സ്റ്റൈലായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്തപ്പം ബ്രെയ്ഡാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നിയത്. ഇത് അനീറ്റയ്ക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം മിനിമൽ ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. വിത്ത് നോ ലാഷസ്, ഐലൈനർ ഒന്നും അധികം എഴുതാം. പേഴ്സണലി ഈ കാണിച്ച എല്ലാ ബ്രൈഡ്സിനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഡ്രേപ്പിംഗ് അനീറ്റയുടെ ആണ് കേട്ടോ. ഇനി സാരി എടുക്കുന്നവർ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾ സാരി റോൾ ചെയ്യാൻ മസ്റ്റായിട്ടും കൊടുക്കുക. നമ്മൾ ഈ സാരി കടയിൽ നിന്ന് വാങ്ങിച്ചാൽ അത് അങ്ങനെ തന്നെ മടക്കി ഫംഗ്ഷൻ്റെ അന്ന് തുറക്കുമ്പോൾ നല്ല ക്രീസസ് ഉണ്ടാവും. പിന്നെ ആ ഒരു ധൃതിയിൽ നമ്മൾ ഈ ക്രീസ് റിമൂവ് ചെയ്യാൻ പോയാൽ സാരിക്കും റിസ്ക് ആണ്. ഏറ്റവും ഐഡിയൽ ഒരു നല്ല റോൾ ചെയ്യണ കടയിൽ റോൾ ചെയ്യാൻ കൊടുക്കുന്നതാണ്. ഇത് ഇന്നത്തെ ലാസ്റ്റ് ബ്രൈഡ് കൃഷ്ണയുടെ ഒരു ഹിന്ദു എൻഗേജ്മെന്റ് ലുക്കാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് കൃഷ്ണ പ്ലാൻ ചെയ്തത്. എനിക്ക് ഇതിന്റെ ജ്വല്ലറിയും സാരിയും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൃഷ്ണയുടെ സാരിയും ഉടുക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. എങ്ങനെയുണ്ട് കൃഷ്ണയുടെ സിമ്പിൾ എൻഗേജ്മെന്റ് ലുക്ക്? നല്ല രസമല്ലേ? അപ്പൊ സാരി എടുക്കണ എൻഗേജ്മെന്റ് ബ്രൈഡ്സിന് കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു. സ്റ്റൈലിങ്ങും ഹെയർ സ്റ്റൈലിങ്ങിനൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിക്കേണ്ടതായിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.